ജോയ് മാത്യുവിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് പറഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ ഞാനത് എന്താണ് ജോയ് മാത്യു പറഞ്ഞതെന്ന് ആ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ജോയ് മാത്യു പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ നേതാവ് ഏതായാലും പിണറായി ആവില്ല എന്നാണ് ജോയ് മാത്യുവിൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാൻ പറഞ്ഞത് പിണറായി ആഗ്രഹിക്കുന്നു പ്രതിപക്ഷ നേതാവാകാൻ. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ വീണ്ടും മൂപ്പർക്ക് കാറും അകമ്പടി വാഹനങ്ങളും സല്യൂട്ടൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ജോയ് മാത്യു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന് ഇനി ധൈര്യമില്ല പ്രതിപക്ഷ നേതാവാകാൻ. മറ്റൊന്ന് സി പി ഐക്കാർ സമ്മതിക്കില്ല. സി പി ഐക്കാർ മാത്രമല്ല, സി പി എമ്മിൻ്റെ ഉള്ളിലുള്ള വലിയൊരു വിഭാഗവും സമ്മതിക്കില്ല പ്രതിപക്ഷ നേതാവാകാൻ. അപ്പം പിന്നെ പിണറായിക്കുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഈ UDF സർക്കാർ ഇയാൾക്കൊരു പണി കൊടുക്കണം എന്നാണ് പറയുന്നത്. UDF സർക്കാർ ഇയാൾക്ക് പണി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പണി എന്നുള്ളത് ആ പണിയല്ല കേട്ടോ. UDF സർക്കാർ ഒരു മാന്യമായ ജോലി പിണറായിക്ക് കൊടുക്കണം എന്നാണ് ജോയ് മാത്യുവിൻ്റെ ഒരു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ജോയ് മാത്യുവിൻ്റെ കണ്ടെത്തൽ. ഏതായാലും UDF സർക്കാർ, ഇനി വരുന്ന UDF സർക്കാർ നമ്മുടെ VD സതീശൻ്റെ നേതൃത്വത്തിലോ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലോ അതല്ലെങ്കിൽ KC യുടെ നേതൃത്വത്തിലോ അതല്ലെങ്കിൽ ഈ 3 പേരുടെയും നേതൃത്വത്തിലോ എങ്ങനെയാണെങ്കിലും ഏത് പണ്ടാണെങ്കിലും ഇവർ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത്, ഇവരുടെ ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ഇവരെ ഏറ്റെടുക്കണം. കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്തായിട്ട് ഏറ്റെടുത്തിട്ട് പിണറായി വിജയന് മാന്യമായ ഒരു ജോലി, ആ ജോലി ജോയ് മാത്യു പറയുന്നതെന്ന് വെച്ചാൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ജോലി കൊടുക്കണം എന്നാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഡയറക്ടർ നോക്കണ്ട, അതിന് മാത്രമുള്ള ബോധവും വിവരമൊന്നുമില്ല. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സീപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്യൂണോ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പണി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ശേഷം മലയാള ഭാഷയെ നവീകരിച്ച ആളാണ് പിണറായി വിജയൻ. ഇതിങ്ങനെ പറഞ്ഞ് നമുക്ക് പിണറായി എന്ന് പറഞ്ഞു പോകുക കേട്ടോ, ക്ഷമിക്കണം. ഈ പരനാറി വിജയൻ. അപ്പോൾ പരനാറി വിജയൻ എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛന് ശേഷം മലയാള ഭാഷയെ നവീകരിച്ച ആളാണ്. കാരണം മലയാള ഭാഷയ്ക്ക് പുതിയ പദങ്ങൾ സംഭാവന ചെയ്ത ആളാണ്. നികൃഷ്ട ജീവി, കടക്ക് പുറത്ത്, മാറി നിൽക്ക്, കുലംകുത്തി, പിന്നെന്തൊക്കെയാണ് മറന്നുപോയി. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്കറിയാലോ ഇയാൾ കഴിഞ്ഞ 10 വർഷം ഇയാൾ ഉപയോഗിച്ച അധമ വാക്കുകൾ. പക്ഷെ ഇയാൾ പറയുന്നത് ഇതൊന്നും അധമ വാക്കല്ല എന്നാണ് പറയുന്നത്. കാരണം പിണറായിയുടെ വായിക്കൂടെ വന്നാലും പിണറായിയുടെ ആസനത്തിൽ കൂടെ വന്നാലും ഇത് രണ്ടും പവിത്രങ്ങളാണ് എന്നാണ് ഈ അന്തംഗമ്മികൾ പറയുന്നത്. വായിലൂടെ വരുന്നത് മുഴുവനും പുണ്യപദങ്ങളാണ് അല്ലേ, ഏറ്റവും മഹത്തായ പദങ്ങളാണ്. അതേപോലെ തന്നെ പിണറായിയുടെ ആസനത്തിലൂടെ പോകുന്ന സാധനങ്ങൾ മുഴുവനും അതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതിനുവേണ്ടി ഇതിൻ്റെ സ്വാദ് നൊട്ടി നുണയാൻ വേണ്ടിയിട്ട് ധർമ്മപുരാണത്തിൽ OV വിജയം പറഞ്ഞ പോലെ ആ മറ്റേ തീട്ടപാത്രത്തിന് ചുറ്റും എന്താ പറയുക കൂട്ടം കൂടി നിൽക്കുന്ന അടിമ കമ്മികൾ അല്ലേ, പറ്റിത്തീനികൾ, നക്കിത്തീനികൾ, തീട്ടംതീനികൾ, അങ്ങനെ ഇവരതിനു വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിണറായി വിജയൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ജോയ് മാത്യു പറയുന്നത് ഇയാൾക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പണി കൊടുക്കണം. കാരണം ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ കണ്ടുപിടിച്ച ആളെന്നുള്ള രീതിയിൽ നമ്മൾ ആദരിക്കണം ഇയാളെ അല്ലേ. പരനാറി വിജയനെ കേരള സമൂഹം ആദരിക്കേണ്ടതാണ്. കാരണം പുതിയ തലമുറക്ക് ഒരുപാട് തെറിവാക്കുകൾ സംഭാവന ചെയ്ത ഡേഷിൻ്റെ മോനെ അല്ലേ, അതൊക്കെ എന്താ പറയുക മഹത്തായ വാക്കുകൾ എന്നുള്ള രീതിയിൽ എന്താ പറയുക മലയാള ഭാഷാ പിതാവിനൊപ്പം സ്ഥാനം കൊടുക്കേണ്ട ആളാണ് ആര്, പരനാറി വിജയൻ എന്ന് പറഞ്ഞ ജോയ് മാത്യുവിൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നേ. അതായത് ഈ പ്രതിപക്ഷ നേതാവ് ആരാവണം ഇപ്പോഴും തീരുമാനിച്ചില്ല. ഇപ്പോഴും തീരുമാനിച്ചില്ല. പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് വീണ്ടും പിണറായി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണല്ലോ. അതിങ്ങനെ ഒരു ശീലിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുകയാണ് കേട്ടോ, ക്ഷമിക്കണം. ഈ പരനാറി വിജയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് മരുമോനെ തനിക്ക് ശേഷം മരുമോനെ വാഴിക്കാനായിരുന്നല്ലോ, ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ പണി മുഴുവൻ എടുത്തത്. ശൈലജ ടീച്ചർ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൊട്ടിത്തെറിച്ചത്രേ, നിങ്ങൾ എന്നെ പേരാവൂരിൽ കൊണ്ടിട്ടത് തോൽപ്പിക്കാനായിരുന്നല്ലോ. ഈ യമൻ അവിടെ കൊണ്ടിടുന്നത് തോൽപ്പിക്കാനാണ് എന്നുള്ളത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയായിരുന്നു. പിന്നെ അന്നെന്നാൽ ഞാൻ മത്സരിക്കില്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഈ കുഞ്ഞികൃഷ്ണൻ സഖാവും TKG ഒക്കെ പുറത്തു വന്ന പോലെ, അല്ലെങ്കിൽ സുധാകരനൊക്കെ പുറത്തു വന്ന പോലെ
മാനമര്യാദയായിട്ട് പുറത്തു വന്നുകൂടായിരുന്നു. ഈ ഈ പെരാവൂരിൽ കൊണ്ടുപോയി തോൽപ്പിക്കാനാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും അവിടെ പോയിങ്ങാണ്ട് ഈ മഹത്തായ തോൽവി ഏറ്റുവാങ്ങിയത് പിന്നെ എന്തിനായിരുന്നു? ഇതാ പറയുന്നത്, പേടിയാണ്, പറയാൻ പേടിയാണ്. അപ്പം ജോയ് മാത്യു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കാരായി രാജന് കൊടുക്കണം എന്നാണ് ജോയ് മാത്യു പറയുന്നത്. കാരണം ഒരു ആക്രമണോത്സുകത ഏറ്റവും കൂടുതലുള്ളത് കാരായി രാജനാണ് അത്രേ. പക്ഷേ ഞാൻ പറയുന്നത് ജോയ് മാത്യുവിന് തെറ്റിപ്പോയതാണ്. കാരായി രാജൻ്റെ 10 മടങ്ങ് ആക്രമണോത്സുകതയുള്ള ആളാണ് പിണറായി വിജയൻ. അത് ജോയ് മാത്യു മറന്നുപോയെന്നറിയില്ല. കാരായി രാജനെ ആക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫസൽ വധക്കേസിലെ പ്രതിയാണല്ലോ മൂപ്പര്. ഫസൽ വധക്കേസിലെ പ്രതിയാണ് കാരായി രാജൻ. അപ്പം ഈ ഗൂഢാലോചന നടത്തി ആളെ കൊല്ലുന്ന പരിപാടിയിൽ കേമനാണ് കാരായി രാജൻ. പിണറായി മോശമല്ല കേട്ടോ. വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകം കഴിഞ്ഞ ദിവസം ഏതല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. വാടിക്കൽ രാമകൃഷ്ണൻ്റെ ഭാര്യയുമായിട്ടുള്ള ആ ലേഖകൻ്റെ ഇൻ്റർവ്യൂ കേട്ടോ. 18 വയസ്സിൽ വിവാഹിതയാവുകയും 24-ാം വയസ്സിൽ വിധവയായി മാറുകയും ചെയ്ത ആ സ്ത്രീയുടെ ഓർമ്മകൾ. വാടിക്കൽ രാമകൃഷ്ണൻ്റെ മഴുകൊണ്ട് വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതി കാരണഭൂതായിരുന്നു. പക്ഷേ കോടതി വെറുതെ വിട്ടു. അതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. ഏതായാലും ഒന്നാം പ്രതി കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആളാണ് പിണറായി വിജയൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. പക്ഷേ കോടതി വെറുതെ വിട്ടത് കൊണ്ട് പറയാറില്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ജോയ് മാത്യു ഒന്ന് തിരുത്തേണ്ട എന്താണെന്ന് വെച്ചാൽ കാരായി രാജനേക്കാൾ ആക്രമണോത്സുകത എന്തായാലും പിണറായിക്കാണ്. അപ്പം ജോയ് മാത്യു പറയുന്നത് കാരായി രാജനെയാണ് ആക്കേണ്ടത്. ആരെ? ഈ പ്രതിപക്ഷ നേതാവ് ആക്കേണ്ടത്. പക്ഷെ മറ്റേ മൂപ്പര് നമ്മളെ ബേപ്പൂരിലെ മരുവനാകെ ലക്കുല്ലകാനില്ല നടക്കുകയാണ് കേട്ടോ. എന്തോ ഈച്ചഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അൻവറിനോട്. അപ്പോൾ മിക്കവാറും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിണറായി പറയും ഒന്നുകിൽ എന്നെ ആക്കണം, പിണറായി ആക്കരുത് എന്ന് CPI-ക്കാരും ഒരു വിഭാഗം വലിയ ആൾക്കാരും ചാട്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇത് മരുവൻ. കാരണം അങ്ങനെയാണല്ലോ. കാരണം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളാണ് അടുത്ത തവണ മത്സരം വരുമ്പോൾ ഒരു മുഖ്യമന്ത്രിയായി പരിഗണിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിനെ മുൻനിർത്തിക്കൊണ്ട് പോരാടണമെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവില്ല കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ 5 കൊല്ലം കൊണ്ട് എനിക്ക് തോന്നുന്നത് CPM-ലെ മുഴുവൻ ആൾക്കാരും ആ പാർട്ടി വിട്ടിട്ട് കുറേ ആൾക്കാർ കോൺഗ്രസിലേക്കും കുറേ ആൾക്കാർ BJP-യിലേക്കും മാറുകയും CPM എന്ന് പറയുന്ന പാർട്ടി പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണോ അപ്രത്യക്ഷമായത്, പിന്നെ ഇവിടെ ത്രിപുരയിൽ എങ്ങനെയാണോ അപ്രത്യക്ഷമായത്, അതേപോലെ കേരളത്തിലും അപ്രത്യക്ഷമാക്കാൻ വേണ്ടി പോകുകയാണ്. അതിൻ്റെ അന്തകൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ അതിൻ്റെ അന്തകൻ പിണറായി വിജയനല്ല, പരനാറി വിജയനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി TP രാമകൃഷ്ണൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ ഈ വീഡിയോ അത്യാവശ്യം നീണ്ടുപോയതുകൊണ്ട് TP രാമകൃഷ്ണൻ്റെ ഒരു എന്തായാലും വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.